സംഘടനകളുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെയും ഫുഡ് കൗണ്ടറുകൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് മിഴിവേകി. യുവജന സഖ്യത്തിന്റെ ഇടവഴിയിലെ തട്ടുകടയും യൂത്ത് ഫെലോഷിപ്പിന്റെ പുഞ്ചിരി ഫുഡ് കൗണ്ടറും വ്യത്യസ്തത പകർന്നു. ഇംഗ്ലീഷ് കോൺഗ്രിഗേഷൻ അണിയിച്ചൊരുക്കിയ നൃത്തച്ചുവടുകളും ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് രസമേകി. ഹാർവസ്റ്റ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ശ്രീമതി നിമ്മി ആൻസനും ശ്രീമതി ലിജിൻ ബെൻസനും ഫുഡ് കൗണ്ടറുകളിലൂടെ നടത്തിയ യാത്രയിലേക്ക്. ദുബായ് മാർത്തോമ ഇടവകയുടെ പാരിഷ് സ്ക്വയറിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ഇവിടെ വളരെ മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ അവർ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ ഫ്രൈ ആൻഡ് ബീഫ് കറിയാണ് അവരുടെ സ്പെഷ്യൽ. അതുപോലെ തന്നെ ഇവിടെ ബാർബിക്യൂൻ്റെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് വളരെയധികം എൻജോയ് ചെയ്യണമെന്നാണ് അവർ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വളരെ അടിപൊളിയായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ചീഫ് ഷെഫാണിത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മനോഹരമായ സ്റ്റാൾ മുൻപോട്ട് പോകുന്നത്. ഗായക സംഘത്തിൻ്റെ സ്റ്റാൾ എന്ന് പറയുമ്പോൾ ദോശ, ഓംലെറ്റ്, മുട്ട റോസ്റ്റ്, ബീഫ്, അതിൻ്റെ കൂടെ പുതിയ ഐറ്റമാണ് ഏത്തയ്ക്കാപ്പവും ബീഫ് കറി. അതൊരു പുതിയ സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ സന്ദർശിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഏറ്റവും മനോഹരമായ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. ഇതുകൂടാതെ ബാർബിക്യൂ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. കനൽ റെഡിയായ ഉടനെ ചിക്കൻ അതിന്റെ മോളി വെച്ചിട്ട് പൊരിക്കുന്നതായിരിക്കും. എല്ലാവരും വരിക. അതെ, എല്ലാവരും വന്ന് സഹകരിക്കുക. മനോഹരമായ ഭക്ഷണത്തെ ആസ്വദിക്കുക. ദുബായ് മാർത്തോമ പാരിഷ് ഇടവകയുടെ കൊയറിന്റെ അടുക്കളയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതാ കണ്ടോളൂ, വളരെ മനോഹരമായ രീതിയിൽ അവരെ കട്ട് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾക്ക് വേണ്ടി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില എല്ലാ സാധനവും റെഡിയാണ്. മുട്ടയുണ്ട്. വർഷവും ഞങ്ങൾക്ക് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പാഷനേറ്റായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതിൽ പങ്കെടുക്കാൻ ഓരോ വർഷവും സാധിക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷവും ദൈവകൃപയാണ്. അത് ഞങ്ങളുടെ കായിക പള്ളി സർവീസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം ഞങ്ങൾ ഓരോ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. സർവീസിന് പോയാലും എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വന്ന് ഇവിടെയും പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കും. പാരിഷ് കൊയറിന്റെ മറ്റൊരു ബ്രാഞ്ചേഴ്സാണിത്. കൊയറിൻ്റെ തനതായ വിഭവങ്ങളാണ് ഇവിടെ ഈ തട്ടുകടയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തട്ടുകടയിൽ കിട്ടുന്ന ദോശ എഗ് റോസ്റ്റ് ഉണ്ട്, ദോശ എഗ് ഓംലെറ്റ് ഉണ്ട്, പിന്നെ ഗീ റോസ്റ്റ് ചട്നി, ഗ്രിൽ ചിക്കൻ, പൂരി എഗ് റോസ്റ്റ്, പൂരി ബാജി, ഓംലെറ്റ്, പിന്നെ നമുക്ക് ഏത്തക്കാപ്പം, ബീഫ്. അത് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിമാൻഡിലാണ്, ഒത്തിരി ഓർഡർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, പറയുമോ ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അടിപൊളിയായിട്ട് നടക്കുന്നു. ഓക്കെ, എൻജോയ് ചെയ്യുന്നുണ്ടോ? നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എയിൽ മെയ്ഡ് ചെയ്യുന്ന ഒരു കോക്കനട്ട് ഓയിലാണ്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമ്മൾ യു എ റാസൽഖോർ നമ്മളെ വെയർ ഹൗസിൽ ആ ഒരു പ്രോസസ് നമ്മൾ കാണിക്കുന്നത്. സോ അവിടുന്ന് നമ്മൾ റാസൽഖോർ വെയർ ഹൗസ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. നമ്മുടെ നാട്ടിലെ ചക്കിലാട്ടയാണ് പറയുന്നത്, വുഡൻ കോൾ പ്ലസ് ചെയ്യുന്ന ഒരു കോക്കനട്ട് ഓയിലാണ് ഇതിലാണ്. ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ തേങ്ങാപ്പാലിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. തേങ്ങാപ്പാൽ ഇപ്പം റിച്ച് ഫൈബറാണ്, മീൻസ് ഈറ്റബിളാണ്, കുറച്ചും കൂടി ഓർഗാനിക്കലി ഹെൽത്തി ബെനിഫിറ്റുള്ള സംഭവമാണ്. Explo Electronics, we are normally sharing, supplying these products, which is Service Interactive all touch panels, which is used mostly for schools, colleges, universities. Also, we are supplying projectors, printers, and smart boards. These are some of the products that our company supply. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. ഇന്നത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ വളരെ സന്തോഷമായി കരുതുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാർത്തോമ പള്ളികളിൽ നടക്കപ്പെടുന്നതായുള്ള ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുത്തതിൽ വളരെ അധികം ആവേശവും ജനപങ്കാളിത്തവുമുള്ള ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിരുന്നു ഇത്. പ്രത്യേകിച്ച് അത് വിശുദ്ധ കുർബാന, പിന്നെ വളരെ പ്രഗത്ഭരായ ആളുകളുടെ സാന്നിധ്യം, ഇടവക ജനങ്ങളുടെ കഴിഞ്ഞ പല ദിവസത്തെ ഒരു ഉത്സാഹപൂർവമായ പങ്കാളിത്തം, എല്ലാം കൊണ്ടും ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏറ്റവും നന്നായിരിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നാളുകളായിട്ട് ആന്റി ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കൂടുകയാണല്ലോ. അപ്പോൾ ഈ ദുബായ് മാർത്തോമ ഇടവകയിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കൂടുന്നതിനെ കുറിച്ച് ആന്റി കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാം. എങ്ങനെയുണ്ട്? ദുബായ് മാർത്തോമ ഇടവക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ഒരു ഹൃദയത്തിന്റെ ഒരു വലിയ സ്പന്ദനമാണ്. അത് അതുപോലെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഒരു വികാരമാണല്ലോ. അപ്പം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മുണ്ടുപാടം. പുള്ളിക്ക് അതൊരു ഹരം തന്നെയാണ്. പുള്ളി ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു ഇപ്പോൾ 2 മാസത്തിന്. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നാളെ തിരിച്ചു പോന്നു. അതിനുവേണ്ടി അവിടെ ഇപ്പോഴും ലേലം വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. പുള്ളിക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹരാണ് എല്ലാ വർഷവും.
യുവജന സഖ്യത്തിന്റെ ഗെയിം സ്റ്റോളിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ബിജി അച്ഛനോട് നമ്മളുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് ചോദിച്ചറിയാം. ദുബായ് മാർത്തോമ ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇടവജനങ്ങളെല്ലാം പ്രാർത്ഥനയോടെ കാത്തിരുന്ന സന്തോഷ സുന്ദരമായ മുഹൂർത്തം. എല്ലാ ഇടവജനങ്ങൾക്കും ഒരുമിച്ച് ചേരുവാനും കൂട്ടായ്മ ആചരിപ്പാനും ദൈവം നൽകിയ നന്മകൾക്ക് സ്തോത്രം കരയറ്റുവാനുമുള്ള അസുലഭ നിമിഷം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ യുവൻസൊക്കെ യൂത്ത് ഫെലോഷിപ്പും ചേർന്ന് നടക്കുന്നതായ ഗെയിം സ്റ്റാളിന് മുമ്പിലാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആകർഷമായ രീതിയിലും ഏറ്റവും ഫൺ നിറഞ്ഞതുമായ ഗെയിംസായിട്ടാണ് യുവൻസൊക്കെ യൂത്ത് ഫെലോഷിപ്പും കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആ സന്തോഷം കാണുവാൻ സാധിക്കും. ഇതിന് ഏറ്റവും ഒരു അനുഗ്രഹമായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം. വളരെ നല്ലൊരു ഇതാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓരോ വർഷം ഓരോ ഇതിപ്പോൾ ഇരിക്കുന്ന കപ്പ ഫിഷ് കറി വളരെ വളരെ നല്ലതാണ്. എല്ലാം ഓരോ വർഷം ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്കൊരു വികാരമാണല്ലോ. തീർച്ചയായിട്ടും എല്ലാവരെയും എല്ലാ പ്രയർ ഗ്രൂപ്പ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുന്ന ഒരു അനുഭവം. Tell me more about Harvest Festival and what are the specialties we have today? So we are the wife stall, the specialty stall, and we've brought back our all famous lava chicken again. It's been going through 3 years and already sold out. And our amazing loaded fries, which is already sold out. Oh, very this good. is on the verge of sold out. Okay. And our wonderful homemade mud cakes, all fresh, everything from home, nothing bought. Okay. And more part of our Punjiri Adakala is there near the EMT hall, Okay, and this is our wife stall. Okay, very good. So how is festival is going on? Harvest Festival, just like the name of our stall, Punjiri Adakala, just like that, with happiness it's going on. Happiness is going on. Yes. Tell me more about this game. Yeah, so right now we're playing a few games over here. This is the duck game that you can see. There's a coin bucket challenge over there. There's a swish it game about basically throwing a ping pong ball. Then there is fire in the hole, and there are various amounts of gifts. The prizes range for the games between 1 to 10. And yeah, kids are having a lot of fun out here. So yeah, looking forward to the Harvest Festival this year. Thank you so much. Hello, how are you? Hello, it's amazing. It's going great. നമ്മുടെ milkshake counter ആണിത്. Okay. Drinks this time, and 3 of them are like milkshakes. One is Dubai chocolate, which is trending right now, Okay. with like pistachio, kunafa on top. Kunafa milkshake. And then we got mango milkshake, refreshing the milkshake. best seller all the time. Oreo milkshake. The best seller is this one, Oreo milkshake. And this is the new trendy one called Dubai. There's a trendy chocolate called Dubai chocolate shake. Dubai chocolate. Based on that, we came up with a milkshake, and it is going amazing. And we have Nannari as well. So if you could take a video of that as well, that's amazing. രണ്ട് വാക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച്. വളരെ നല്ലതാണ്. ആഫ്റ്റർ ദ സർവീസ് വി കുഡ് ഹാവ് സം സ്നാക്സ് ഓൾസോ. കട്ട്ലറ്റ് കഴിച്ചു. വി ഹാവ് ബ്രോട്ട് ദ ലഞ്ച് ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഗുഡ്. എല്ലാ വർഷവും കൂടാറുണ്ടോ? യെസ്, എല്ലാ വർഷവും വരാറുണ്ട്. I don't know, something, some lemon juice, something. It's very nice. It's very nice. Enjoy ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. Okay. എങ്ങനെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു അല്ലേ? How's food? Nice? Yeah. So what you had in the morning? Morning we had kappa and mean curry. Kappa and mean curry. Oh, the kappa and mean curry we had. Yeah, very nice. So Harvest Festival is an emotion, right? Sorry? Is an emotion, right? Of course, 100%. We enjoyed it. Everyone, please come and enjoy over here. Okay. Thank you so much. How is Harvest Festival? All good, great, fantastic, bombastic. Jimmy dosha is served with 65 gravy and cheese and onion, and then we have the donut balls with this Nutella stuffed, especially for the kids. Especially for the kids. Yes. Okay. So what are you making? We're making donut balls with chocolate stuffing inside. This is never made in Dubai Martoma before. This is the first time, and Dubai Martoma is going to exceed after this. Wow. And then now it's burning. Now we can go. We are youth fellowship at Punjiri Adakala. Let's go. യൂത്ത് ഫെലോഷിപ്പിന്റെ ടീം ലീഡറിന്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടീം ലീഡറിനോട് ചോദിച്ചറിയാം. പറയൂ. ദുബായ് മാത്തം ഓഫ് യൂത്ത് ഫെലോഷിപ്പിൻ്റെ ലൈവ് കുക്കിങ്ങിൻ്റെ പുഞ്ചിരി അടുക്കളയാണിത്. നമുക്ക് 4 ടൈപ്പുള്ള ഡിഷുണ്ട്. കണ്ടപോലെ നമ്മളുടെ ജിംകി ദോശ, ചിക്കൻ അജാഫും ഉള്ളിയും ചീസും ഉള്ളത്, ഡോണട്ട് ബോൾസും
പിന്നെ നമ്മുടെ മുമ്പിലുള്ള എക്സ്റ്റെൻഡഡ് കൗണ്ടർ ലാവ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഓൾറെഡി ഞങ്ങൾ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. അപ്പം The game stall also we ആൻഡ് visited. the game stall, the milkshake stall, ഇതെല്ലാം യൂത്ത് ഫെലോഷിപ്പിന്റെ. So how is Harvest Festival? It's good, yeah. It's really fun seeing all these people, meeting new people, and getting to know, like, just volunteering at something like so big. It's really fun, yeah. ഒരുപാട് ഷേക്സ് ഒക്കെ അവരുണ്ടാക്കുന്നുണ്ട്, ചൂടപ്പം പോലെ വിറ്റ് അഴിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഞങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സന്തോഷകരമായ ഈ കൂട്ടായ്മയിൽ ഞങ്ങളും പങ്കെടുക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ പുഞ്ചിരി അടുക്കള ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ പുഞ്ചിരി മാത്രമുള്ള സുന്ദരിമാരാണ് ഞങ്ങളുടെ പുറകെ നിൽക്കുന്നത്. ഡോണറ്റ് ബോൾസ് എന്ന് പറയുന്ന പ്രഭാത ആഹാരവും ജിമിക്കി ദോശ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താണ് ജിമിക്കി ദോശ. നമ്മുടെ ജിമിക്കി കമ്മൽ കിടന്ന് ആടുന്നത് പോലെ ഈ ദോശ കഴിക്കുമ്പോൾ നമ്മുടെ തലയും ആ രുചി കൊണ്ട് ആടും എന്ന ഒരു ഉറപ്പോടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ജിമിക്കി ദോശയും ഡോണറ്റ് ബോൾസും നൽകുന്നത്. വളരെ സന്തോഷകരമായ ഒരു ഇതാണ്. അതെ, സർവ്വസമയ ഒരു ആട്ടമാണ്. അതെ, അതുകൊണ്ട് ഏവരും കടന്നു വരണം. ഏതാനും നിമിഷങ്ങൾ കൂടെ ഉള്ളൂ നമുക്ക്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിലേക്ക് പ്രവേശിക്കുകയാണ്. ലഞ്ച് ഐറ്റംസ് ആയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ആൻഡ് കേരള ബീഫ് ടാക്കോസ് ആണ്. അതായത് ഇറ്റ്സ് എ ഫ്യൂഷൻ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. കടയുടെ പേര് മറക്കണ്ട, പുഞ്ചിരി അടുക്കള. ഇപ്പം ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ കുഞ്ഞ് ഓറിയോ ചോക്ലേറ്റ് ഷേക്ക് ഓൾറെഡി മേടിച്ചു. എന്നിട്ട് കുഞ്ഞെങ്ങനെ നല്ലായിരുന്നു? കുഞ്ഞിന് നല്ല കുഞ്ഞത് കൊണ്ടുപോയി. പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ന്യൂ ഡിഷ് ലാവ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു ഒരാളെ തന്നെ ഇനാഗ്രേഷൻ കിട്ടി. മാറ്റൂർ കുഞ്ഞാടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ജനപ്രിയനായ നേതാവാണ്. ഇതുവരെയും ഭംഗിയായിട്ട് കാര്യങ്ങൾക്ക് പോകുന്നു. വൈകിട്ട് മനോഹരമായ ഒരു ലേലം വിളിയൊക്കെ എങ്ങനെ നടക്കുന്നു? ലേലം വിളിയൊക്കെ എല്ലാ വർഷത്തെ പോലെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. മനോഹരമായ ഒരു ബൈബിൾ നാടകം ഇന്ന് യൂണിവേഴ്സിറ്റി നേതൃത്വം നടക്കുന്നു. വളരെ ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും ഇതിലേക്ക് ഹാർദവമായ ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ സീനിയർ മെമ്പറാണ്. തീർച്ചയായിട്ടും പണ്ട് ഞങ്ങൾ നടത്തുമ്പോഴൊക്കെ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോഴത്തേത് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. The youngsters are very active and they have done so far very well. So we wish all the best for them. So എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ പഴയ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ? We always want to learn from them, what they are doing today. So if you get a chance, we will try to do it again. Harvest festival, how is going on? It is good actually. All the counters and the food, it's amazing. The TMS's counter, it's good. We tried waffles, pancakes, and they both made chocolate pudding. We actually ate chocolate pudding, waffles, bel puri, pani puri. The youth fellowship, the youth fellowships, milkshakes. This one? And then the games, it's really nice. And the games, and even the games are really interesting also. It's nice to Have you play played? all of them. Yes, we played. കഴിച്ചത് രാവിലെ ഇവിടെ വന്നിട്ട്? ഞങ്ങൾ രാവിലെ വന്നിട്ട് ഞങ്ങൾ അട, പിന്നെ കുമ്പളപ്പം, അത് കഴിഞ്ഞിട്ട് കട്ട്ലറ്റ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അതുപോലെ താഴെ ലേലം വിളി നടക്കുന്നുണ്ട്, വളരെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. എല്ലാവരും വളരെ വളരെ ഭംഗിയായിട്ട് അതെല്ലാം കാര്യം നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വെരി ഗുഡ്. ദുബായ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ഫുഡ് സെയിലിന്റെ കൺവീനർ ആയിരിക്കുന്ന ലിജോയിൽ നാരങ്ങ വെള്ളത്തിനെ കുറിച്ച് സ്പെഷ്യൽ. ഞങ്ങളുടെ അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ട് ഇവിടെ. കസകസൊക്കെ ഇട്ട് സോഡ നാരങ്ങ വെള്ളം, മോര് നാരങ്ങ വെള്ളം. പിന്നെ വൈകിട്ട് നമ്മുടെ തട്ടുകടയുണ്ട്. അതിൽ പൊറോട്ട, അപ്പം, കാടക്കറി, പോത്ത്, എല്ലുകറി, പിന്നെ ഫിഷ് കറി, ഇതെല്ലാം ചേർത്ത് നമ്മുടെ തട്ടുകടയുണ്ട് വൈകിട്ട്. ബാക്കിയെല്ലാം നാരങ്ങ അടിപൊളിയായിട്ട് വിളിച്ചു പോകുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഒരു 500 പീസ് പോയി കഴിഞ്ഞു. ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുബായ് മാർത്തോമ യുവൻസഖ്യവും ഈ വർഷവും ഏറ്റവും വേറിട്ട പരിപാടികളുമായിട്ടാണ് തട്ടുകട അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൺവീനർ ഓർപ്പിച്ച പോലെ പലവിധ വെറൈറ്റി ഫുഡ്സാണ് 4 മണിയോടെ ദുബായ് മാർത്തോമ യുവൻസഖ്യത്തിൻ്റെ കൗണ്ടറിൽ ലഭ്യമാകുന്നത്. ഏവരെയും സാദരം ക്ഷണിച്ചോളുന്നു. ദുബായ് മാർത്തോമ യുവൻസഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്റ്റോളാണിത്. ഇവിടെ പല വിഭാഗത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ വളരെ സജീവമായിട്ട് സഖ്യ മെമ്പേഴ്സ് എല്ലാം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും
നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നു. ഫെസ്റ്റിവലിനെയൊക്കെ ഫിലിപ്പിഷ് അച്ചായനോടൊന്ന് ചോദിച്ചു നോക്കാം. ഹാർവസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. ദുബായ് മാർത്തോമ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ ചങ്കും ചങ്കിടിപ്പുമാണ്. ആവേശകരമായിട്ട് UNSK ഉൾപ്പെടെയുള്ള എല്ലാ കൗണ്ടറും വളരെ ആവേശമായിട്ട് ഈ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും ഭംഗിയായി നടക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദുബായ് മാർത്തോമ ഇടവയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് UNSKത്തിൻ്റെ തട്ടുകട. ഇടവഴിയിലെ തട്ടുകട എന്ന ഒരു പേരോടുകൂടി ഈ വർഷം ഏറ്റവും മനോഹരമായ വിഭവങ്ങൾ കഴിഞ്ഞ വർഷത്തെ കൺവീനർ കൃപ, ഈ വർഷത്തെ കൺവീനർ മിസ്റ്റർ ലിജോ, എന്തൊക്കെയാണ് സ്പെഷ്യൽ? നമ്മൾ ഈ പ്രാവശ്യം കപ്പ എല്ലുകറിയുണ്ട്, കപ്പ ലൈവ് കുക്കിംഗ് ആണ്. അതുപോലെ ഉച്ചക്കത്തെ ഊണുണ്ട്, ഊണിനും ബീഫ് കറി, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് കപ്പ എല്ലുകറിയാണ് മെയിനായിട്ട് ഈ പ്രാവശ്യമുള്ളത്. ജീരകം, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് വെച്ച അതിമനോഹരമായ അതിടേസ്റ്റിയായ കേരള സ്റ്റൈൽ കപ്പ വേവിച്ചതും ഇതിന്റെ കൂടെ എല്ലുകറി അല്ലേ? എല്ലുകറിയുണ്ട്. അപ്പം ലൈവായിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരു സംശയമില്ല, ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ, അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിബിച്ചാൻ സകല ശക്തിയും സംഭരിച്ചാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ക്രമീകൃതമായ എല്ലാ വർഷത്തെ പോലെ എല്ലാവരുടെയും ഭാഗവാഹിത്വത്തോടുകൂടി വളരെ ഭംഗിയായി നമ്മുടെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ഭംഗിയായി നടക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ സ്റ്റാളും സജീവമാണ്, എല്ലാ പ്രവർത്തകരും എല്ലാ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു, എല്ലാം വളരെ നല്ലതാണ്. UNSKത്തിന്റെ തട്ടുകടയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ഊണിന്റെ സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് വിഭവമായ ഊണാണ്. ചോറ്, സാമ്പാർ, മോര്, മീൻകറി, മീൻ വറുത്തത്, അതെ, അവിയൽ തുടങ്ങി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വീട്ടിലെ ഊണാണ് ഇവിടെ ഉള്ളത്. ഇത് ദോശയാണ്. ദോശയും ഇത് ഞങ്ങൾക്ക് ഓംലേറ്റ് ഉണ്ട്, ദോശയുണ്ട്. വൈകിട്ട് ഞങ്ങൾക്ക് പൊറോട്ട, ചിക്കൻ ഫ്രൈ, അങ്ങനെ തുടങ്ങിയ വിവിധമായ സംഭവങ്ങളുണ്ട്. എല്ലാവരെയും ഞങ്ങളുടെ തട്ടുകടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വരിക, പങ്കെടുക്കുക, ആനന്ദിക്കുക. അതെ. നമ്മുടെ കൃപ മുതലാളി പുറകിലുണ്ട്. കൃപ മുതലാളി ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ. എല്ലാ വർഷത്തേനോട്ട് ഈ പ്രാവശ്യം വെറൈറ്റി ഐറ്റവുമായിട്ട് UNSK മുന്നിൽ തന്നെ ഉണ്ട്. 3 മണിക്ക് ശേഷം ഫ്രണ്ടിൽ ലൈവ് ദോശ, ഓംപ്ലേറ്റ്, അങ്ങനെയുള്ള ഐറ്റങ്ങളും വരുന്നുണ്ട്. നല്ല ബീഫ് കറിയും കപ്പയും. എങ്ങനെയുണ്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഒക്കെ? എങ്ങനെ പോകുന്നു? നമ്പർ 1. ഓക്കെ. ട്രിനിറ്റി സൺഡേ സ്കൂളിന്റെ അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഈ പ്രാവശ്യത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ റിയലി ഇറ്റ്സ് ഗുഡ്. എല്ലാവരും വരണം. ട്രിനിറ്റി സൺഡേ സ്കൂളിലെ കൗണ്ടറിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സ്പെഷ്യലി ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് ലിഗമാത്ത് ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്, ക്രീം പഫ് ഉണ്ട്, പിള്ളേർക്കുള്ള ഡോണറ്റ്സ്, പുഡിങ്, കേക്ക് പോപ്സ്, പിന്നെ ഫേസ് പെയിന്റിംഗ്, എവറിത്തിങ് ഇസ് ദേർ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇപ്രാവശ്യം നമ്മൾ വളരെ മനോഹരമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്താ പറയുക, ഫുഡ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുണ്ട്. ഞാൻ കോയറിൻ്റെ ദോശയും മുട്ട റോസ്റ്റും ഒക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെറൈറ്റി ഫുഡുണ്ട്. എല്ലാവരും താഴെ വന്ന് കൂടുതൽ കൗണ്ടറുകളിൽ വിസിറ്റ് ചെയ്യുക. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഞങ്ങളുടെ കൊയറിൻ്റെ ബാർബക്യൂ സെറ്റപ്പാണ്. ഞങ്ങൾക്ക് 2 ഫ്ലേവറിലുള്ള ചിക്കനാണ്. അതായത് ക്വാർട്ടർ ചിക്കനാണ്. 4 പീസായിട്ടുള്ള ചിക്കൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാങ്ങിക്കുന്നവർക്ക് പൈസയ്ക്ക് മുതലാണ്. ഏതൊക്കെ വെറൈറ്റിയാണ്, എന്തൊക്കെയാണ് പേരുകൾ? ഒന്ന് ഹോട്ട് ആൻഡ് സ്പൈസി, ഒന്ന് ഗാർലിക് ലെമൺ. മുൻകാലങ്ങളിലെ പോലെ ഈ വർഷവും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച മെഡിക്കൽ ടീം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിരുന്നു. ഇടവകയിലെ ദമ്പതിമാരായ ഡോക്ടേഴ്സിന്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം ജനങ്ങൾക്ക് ഏറെ പ്രയോജനമായി. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെ മംഗളമായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് മെഡിക്കൽ കൗണ്ടറാണ് നമ്മുടെ പള്ളിയുടെ. 5 ഡോക്ടർമാർ അവൈലബിൾ. ഏതൊക്കെ സ്പെഷ്യാലിറ്റീസ്? ENT, ഡെർമ, ആയുർവേദം, പീഡിയാട്രിക്, ഇന്റേണൽ മെഡിസിൻ. വെയിറ്റ് ചെയ്യാണ് ഇന്റേണൽ മെഡിസിൻ. ഒരുപാട് സന്തോഷം. മെഡിക്കൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഒത്തിരി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും നാൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഇവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു രാവിലെ? എങ്ങനെയുണ്ടായിരുന്നു? ഓ, വെരി ഗുഡ്. കട്ട്ലേറ്റ് കഴിച്ചു, അപ്പം ബീഫും പഴംപൊരിയും ബീഫും കഴിച്ചു. സൂപ്പർ. നമ്മുടെ ഇടവകയുടെ തന്നെ 2 ഡോക്ടേഴ്സാണ്, ഡോക്ടർ വിനീതും ഡോക്ടർ സൗമ്യയും, ENT സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഡെർമറ്റോളജി. നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. വളരെ എക്സൈറ്റഡ് ആണ്. വർഷങ്ങളോളമായിട്ട് നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ വർഷം ഇതിനു മുമ്പും ഒക്കെ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇൻഡീഡ് എ പ്ലഷർ, ബിക്കോസ് ഞങ്ങൾ ഇടവകയുടെ ഭാഗമാണ്. ഞാൻ
പഠിച്ച് വളർന്ന് ജനിച്ചതെല്ലാം ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ട്രെയിനിങ്ങും സ്പിരിച്വൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാം ഈ ഇടവകയിൽ നിന്ന് തന്നെയാണ്. ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പറയൂ ഡോക്ടർ. Harvest Festival, food is an emotion. It's a great festival to see people, to look, and we have the opportunity to treat people also, to see and treat all of them during this time. It's a blessing for everyone. Thank you. For Dubai Harvest Festival, you should come and meet our all stalls, especially the stalls that is prepared for all people, all age groups. Please do come and visit our stalls in all angles. The children, the parents, the couples, families, grandparents and everyone. Please do come. We have something very interesting for all of you and so many programs arranged. Thank you. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നു. കാരണം നമുക്ക് സ്റ്റോളുകളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഗെയിമുകളാണെങ്കിലും ഭയങ്കര മനോഹരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ക്രൗഡ്, ഭയങ്കര ഒരു എൻജോയ്മെന്റ് ഫീൽ. എങ്ങനെയാണ് സെക്രട്ടറി പറഞ്ഞാൽ? ഇത്തവണ UNS സഖ്യത്തിൻ്റെ ഗെയിംസ് കൗണ്ടർ ഉണ്ട് ഇവിടെ, അതേപോലെ ഫുഡ് സ്റ്റോൾ തട്ടുകടയുണ്ട് നമുക്ക്. അപ്പോൾ ഏറ്റവും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ അവിടെ നമുക്ക്, നാടൻ ഭക്ഷണങ്ങൾ അവിടെ ലഭ്യമാണ്. അതേപോലെ ഗെയിംസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാക്സിമം ആൾക്കാരാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. So we're from the English service over here, and we have kind of made this. It's called Dubai Chocolate Kunafa. So it's Dubai chocolate. So it's all homemade, and we've got. It's viral now. Yes. So yeah. So do come and support us. It's been a really good time. 2025 വർഷത്തെ കൊയ്ത്തുത്സവം വലിയ വിജയമാകുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്തവരുടെയും ഇതിൽ പങ്കെടുത്തവരുടെയും സന്തോഷം തുളുമ്പുന്ന വാക്കുകളിലൂടെ. ദുബായ് മാർത്തോമ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ബാബു ചാനലിൽ നിന്ന് നമുക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്തറിയാം. ദുബായ് മാർത്തോമ ഇടവകയുടെ 2024-25 വർഷത്തെ കൊയ്ത്തുത്സവത്തിൽ കൂടി വരുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആദ്യമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ, സഹകരണം, ബന്ധങ്ങൾ പുതുക്കൽ, അതുപോലെ ദൈവം നൽകിയതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും ഒന്നിച്ചു കൂടി വന്ന സന്തോഷകരമായ ഭക്ഷണം, പാനീയങ്ങൾ ഭക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ കലാപരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനും ദൈവം തന്ന അവസരം സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് നമ്മുടെ ജനറൽ കൺവീനറിൽ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ലോർഡ്. ഈ വർഷം നമ്മുടെ ഹാർവസ്റ്റിൽ ഭംഗിയാൻ ഇത്രത്തോളം നടത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാവരും ഒരു ടീം എഫേർട്ടാണ്. പിന്നെ വലിയൊരു ടീം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ വളരെ സിൻസിയറായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്രത്തോളം ക്രമീകരണമായി നടത്താൻ കഴിഞ്ഞതിൽ. അവരെല്ലാവരും ഞാൻ അഭിനന്ദിക്കുക. പ്രത്യേകിച്ച് അച്ഛന്മാർ, 3 അച്ഛന്മാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു. അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഇത് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുമെന്ന് യാതൊരു സംശയമില്ല. നല്ല ഇമ്പ്രൂവ് ആയി വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 മാസം മുമ്പേ ഹാർവസ്റ്റിൽ വെച്ച് എവറി വീക്ക് ഞങ്ങൾ കൂടും, ഒന്നിച്ചിരുന്ന് ആലോചിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കും. അവിടെ എഫേർട്ട് ഇട്ട് വളരെ ക്രമീകൃതമായി നടന്നതിൽ അതാണ് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും നല്ലത്. അതിനുപരി ദൈവത്തിൻ്റെ കൃപയും പ്രാർത്ഥനയും ജനങ്ങളുടെ പാരിഷ് മെമ്പേഴ്സിൻ്റെ സഹകരണവും പ്രാർത്ഥനയാണ്. ടീം വർക്ക് മേക്സ് ഡ്രീം വർക്ക്. അതിനൊക്കെ ഉപരി ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ വർഷത്തെ 2025 വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഏറ്റവും മനോഹരമായി തീർന്നതെന്നാണ് നമ്മുടെ ജനറൽ കൺവീനറിൽ നമുക്ക് ശ്രമിക്കാൻ സാധിച്ചത്.
ദുബായ് മാർത്തോമ ഇടവകയുടെ കൊയ്ത്തുത്സവം നടക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഏറ്റവും വിപുലകരമായ രീതിയിലാണ് കൊയ്ത്തുത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പബ്ലിസിറ്റിയുടെ ഭാരവാഹിത്വം വഹിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പുതിയ സ്പോൺസേഴ്സിനെ നമുക്ക് ഈ കൊയ്ത്തുത്സവത്തിലേക്ക് ലഭിച്ചു. പഴയ സ്പോൺസേഴ്സുമുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നു നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായത്. നല്ല ആളുകളുടെ നല്ല കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ കൊയ്ത്തുത്സവത്തിന് ലഭിക്കുകയുണ്ടായി. എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്, കവിതകൾ, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം തന്ന് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാനിപ്പോൾ വന്ന് ഇവിടുന്ന് പള്ളിയുടെയൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഒഫീഷ്യലി ഉള്ളതായ കാര്യങ്ങളൊക്കെ നിർത്തി ഞാൻ പോവുകയാണ്. നാളത്തെ ഫ്ലൈറ്റിനാണ് എനിക്ക് ടൈം. അപ്പോൾ ഇന്നത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനോട് കൂടണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം പകുതി കൂടുതലായി. ഞാൻ തിരിഞ്ഞു പോവുകയാണ്. എൻ്റെ സഹോദര തുല്യരായ പിള്ളേരെല്ലാം എന്നെ ഒരുപാട് ബഹുമാനിച്ചു, ആദരിച്ചു. അതിലുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഞാനിപ്പോൾ അറിയിക്കുന്നുണ്ട്. വീണ്ടും വരാമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഒക്കെ ദൈവഹിതമാകുന്നല്ലോ. എന്നെ ഇവിടെ മാനിച്ചവരെ ഞാൻ മാനിക്കുന്നു, എന്നെ സ്നേഹിച്ചവരെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് ആരോടെയും വിരോധമില്ല, എല്ലാവരോടെയും സ്നേഹം മാത്രം. പിന്നെ കണ്ട കാര്യം വിളിച്ചു പറയും, അത് ഒച്ചത്തി വിളിച്ചു പറയും. ഞാനാന്ന് വെച്ചാൽ പയ്യെ പറഞ്ഞ് പന്തളത്ത് കേൾക്കും, ഉറച്ച് പറഞ്ഞ് ഓച്ചിറ കേൾക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് കിട്ടി. ഇടവകയുടെ കിട്ടി, അച്ഛന്മാരുടെ കിട്ടി, എല്ലാ ജനങ്ങളുടെയും ചെറുതും വലുതുമായ എല്ലാവരെയും, ഞാൻ സ്നേഹിച്ചവരുടെയും ഞാൻ വിരോധിച്ചവരുടെയും എല്ലാം സ്നേഹം എനിക്ക് കിട്ടി. ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയാണ് തിരികെ പോകുന്നത്. ദുബായ് മാർത്തോമ പാരിഷിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ വൻകൃപയോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ തരുണത്തിൽ ദുബായ് മാർത്തോമ പാരിഷിൽ കഴിഞ്ഞ 47 വർഷം ഇതിൻ്റെ നെടുന്തൂണായി പല കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന പ്രിയപ്പെട്ട എബ്രഹാം ജി മുണ്ടുപാടം തൻ്റെ പ്രവാസ ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു വലിയ സന്ദർഭം കൂടെയാണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ദുബായ് മാർത്തോമ പാരിഷിനെ സംബന്ധിച്ചിടത്തോളം. ദുബായ് മാർത്തോമ പാരിഷിൻ്റെ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കാളികളായി ഇത് ഇത്രത്തോളം വിജയിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. അതിന് ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഇടവക ചുമതലക്കാരോട്, വികാരിമാരോട്, പ്രിയ സംഘടനാ സ്നേഹിതരോട്, പ്രിയപ്പെട്ട എല്ലാവരോടും ദുബായ് മാർത്തോമ പാരിഷിൻ്റെ എല്ലാ സ്നേഹത്തിനും ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കൊയ്ത്തുത്സവം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു കൊയ്ത്തുത്സവം കൂടി കൊണ്ടുവരാൻ സാധിച്ചതോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ വിവിധങ്ങളായ സാധനങ്ങൾ ലേലത്തിലൂടെ വെച്ച് എടുക്കുന്നു. അതുപോലെ ഈ വർഷത്തെ ആദ്യമായിട്ട് ഒരു ബോംബെ ഓപ്ഷൻ നടത്തപ്പെടുന്നു. ഒരു അധ്വാനത്തിൻ്റെ ഒരംശം ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ അർപ്പിക്കുന്നതിൽ കൂടുതൽ സന്തോഷം മറ്റെങ്ങും ലഭിക്കുകയില്ല. സ്വന്തം ദേശത്തു നിന്നും മറ്റൊരു ദേശത്ത് നമ്മെ കൊണ്ടുവന്ന് വലിയ നന്മകളാൽ നിറച്ച ദൈവത്തിന് നമ്മെ തന്നെ കാഴ്ചയെ അർപ്പിക്കുന്ന സമയം കൂടി ആകണം ഈ കൊയ്ത്ത് പെരുന്നാൾ. ഈ വർഷവും കൊയ്ത്തുത്സവത്തിൽ വളരെ കൂടുതൽ ആളുകൾ സഹകരിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇടവജനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഇത്രയും ഭംഗിയായിട്ട് നടന്നു വരുന്നല്ലോ. ഇനിയിപ്പം ദുബായ് മാർത്തോമ യൂണിവേഴ്സിറ്റിൻ്റെ ആണെങ്കിൽ തട്ടുകടയുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന 4-ാം നാൾ എന്ന നാടകം ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ തട്ടുകട ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് സൈഡിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും വളരെ മിതമായ വിലയ്ക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നാലാം നാൾ എന്ന ഡ്രാമ അതിൻ്റെ ഡയറക്ടറാണ്. പള്ളിയിൽ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവിടെ മാർത്തോമ പള്ളിയിലുള്ള ഒരു നാടക ടീം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഭയങ്കരമായ സപ്പോർട്ടായിരുന്നു.
ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ടും നാടകത്തെ എല്ലാവരും നെഞ്ചേറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല നാടകപ്രേമികൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് അറിയാം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഈ ഒരു നാടകം സമർപ്പിക്കുകയാണ്. നമുക്ക് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. പറയൂ അങ്കിൾ, ഈ വർഷത്തെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എങ്ങനെയുണ്ടായിരുന്നു? ഈ വർഷം എന്നല്ല, എല്ലാ വർഷവും ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വളരെ രസകരമായ ഒരു ഉത്സവമാണ്. ഈ വർഷം പഴയതുപോലെ തന്നെ എല്ലാം നല്ല വെൽ അറേഞ്ച്ഡാണ്. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും കലാപരിപാടികളാണെങ്കിലും എല്ലാം വളരെ അറേഞ്ച്ഡാണ്. നല്ല രസകരമായ പ്രോഗ്രാംസാണ്. വെൽ മാനേജ്ഡ് ആൻഡ് വെൽ അറേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. അങ്കിൾ ഇന്ന് രാവിലെ എന്തായിരുന്നു ഫുഡ് കഴിച്ചത്? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ല ടേസ്റ്റിയാണ് അല്ലേ? ഫുഡൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു? കുറച്ച് കഴിച്ചു. നന്നായിരുന്നു. നല്ലായിരുന്നു. ഹോം മെയ്ഡ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൽ നമ്മൾ ദുബായ് മാർത്തോമ പാരിഷിൻ്റെ വർഷം തോറും നടക്കുന്ന ഒരു ഉത്സവമാണ്. എല്ലാവരും ഇവിടെ വന്ന് ഒത്തുകൂടി ഒത്തുചേർന്ന് പങ്കെടുക്കുന്ന ഒരു ഇവൻ്റാണ്. ഇത് വിജയമായി തീരുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. പറഞ്ഞാട്ടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ചും കഴിച്ച ഫുഡിനെ കുറിച്ചും. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഇതുവരെ. ഏറ്റവും വളരെ നല്ല ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഏറ്റവും അനുഗ്രഹമായിട്ട് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇംഗ്ലീഷ് സർവീസിന്റെ കൗണ്ടറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. So we are Hebrews Cafe. We are the English congregation of the Malayalam service in Dubai Marthoma Church. We meet every year. Most of our items here are all, not most, in fact everything is homemade, and it's all lot of painstakingly done. Yesterday we had a very special gajar halwa. We had the faluda counter that's there. We have the matka lassi that's there. We have the pani puri stall that's there. We have everything that's made at the famous Bombay sandwich that is in action there. Wow. And it's a wonderful time for fellowship, and we meet the whole congregation. The whole thing is to exchange this love and this fellowship with one another. Hebrews Cafe, like every year, is a good time of fun, fellowship, and we have a good time. English service, 150 families have contributed to all the items. Many homemade, many people spend time cooking it, making it, buying it. So this is a part of building the kingdom of God, and we enjoy and look forward to being part of the Dubai Marthoma Parish and contributing to the mission work of the church. Not only Hebrews, but Shebrews also. Hebrews! All ladies are making food. It's not only Hebrews, but Shebrews. മാർത്തോമ ചർച്ച് ഒരുക്കുന്ന കൊയ്ത്തുത്സവം 2025 ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വിപുലമായ ഫുഡിൻ്റെ ഇതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. വർഷത്തെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ പതിവിലും വിപരീതമായി വളരെ മനോഹരമായ രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ധാരാളം നാടൻ വിഭവങ്ങളുള്ള തട്ടുകടകളും മറ്റ് പൊതിച്ചോറ്, ഉച്ചയൂണ്, പല കാര്യങ്ങളും, കട്ട്ലറ്റ്, പിന്നെ പുതിയ തലമുറയിലെ പിള്ളേരെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ബർഗറുകൾ, കാര്യങ്ങൾ, സ്വീറ്റ്സ്, എല്ലാം ഒത്തിരി സാധനങ്ങൾ. ലേലം ഭയങ്കര ആവേശമാണ്. ഈ വർഷം വളരെ ഭംഗിയായ രീതിയിൽ ലേലം മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ലേലത്തിൻ്റെ ആ ഒരു ഇടയിൽ നമ്മളിപ്പോൾ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് വീണ്ടും ഈ ലേലത്തിനോടനുബന്ധിച്ച് ഒരു ബോംബെ ലേലം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദുബായ് പ്രയർ ഗ്രൂപ്പിന്റെ മുന്നിൽ
ടേബിളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഞങ്ങൾക്ക് പൊതിച്ചോറാണ് ഞങ്ങൾ ഇന്ന് കൊടുക്കുന്നത്. എസ്പെഷ്യലി നല്ല വാഴയിലയിൽ നല്ല ചൂട് ചോറും നല്ല സമ്മന്തിയും മുട്ട പൊരിച്ചതും നല്ല ഉരുളക്കിഴങ്ങ് മെഴുക്കുവട്ടിയും ക്യാബേജ് തോരനും അച്ചാറ് നെയ്മീൻ കറി മോര് ഇതെല്ലാം കൂടെ കൊണ്ടു ഒരു അടിപൊളി പൊതിച്ചോറാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 100 പൊതിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ 50 പൊതി എക്സ്ട്രാ ഓടിച്ച് ഞങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്നുണ്ടോ? ചൂടപ്പം പോലെ വിറ്റ്. Can you tell me what you're making? We're making Bombay sandwich. Bombay sandwich. Okay. So any other specialties you have? So we have chicken roll. Harvest Festival is a time of coming together, fellowship, bringing all our resources together so that we can work together for the benefit of the community. So I feel it's a time of fellowship so that we as a church community we can come together, enjoy ourselves, at the same time be of benefit for the larger community outside. All the proceeds that we that comes through, we put in our efforts, we bring it and we want to set it out so that the money that we raise will be used for the benefit of people outside. So requesting everybody to participate wholeheartedly in all that we are doing, whether it's the food, whether it's the auction or for any other things, so that we can work together. It's a time and enjoy yourself. Thank you. കൂപ്പൺ സെയിൽ ഒക്കെ എങ്ങനെ നടക്കുന്നു? കൂപ്പൺ സെയിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ തൊട്ട് നല്ല കച്ചവടമുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന കൂപ്പൺ മിക്കവാറും തീരാറായി. ഇനി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം വളരെ പെട്ടെന്ന് തീരാറായി. വളരെ പെട്ടെന്ന്. അതുപോലെ ആൾക്കാരെ നമുക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് കിട്ടിയിട്ടുണ്ട്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. എല്ലാവരും വളരെയധികം സഹകരിക്കുന്നുണ്ട്. ഫുഡ് സെയിലിനാണെങ്കിലും സഹകരിക്കുന്നുണ്ട്. കൂപ്പൺ എല്ലാം ഇഷ്ടംപോലെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗെയിംസിനാണെങ്കിലും ഫുഡിനൊക്കെയുള്ള കൂപ്പൺസ് എല്ലാം വളരെ പെട്ടെന്ന് ചൂടപ്പം പോലെ തീരുന്നുണ്ട്. അൽക്കിസൈ സൈഡ് ഫുഡ് സെയിലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടേത് ബീഫ് പൊതിച്ചോറാണ്. അതിനകത്ത് ബീഫ് ഓംലൈറ്റ്, കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, ഫിഷ് പിക്കിൾ, പയറ് തോരൻ, മെഴുക്കുവരട്ടി, ഇത്രയും വെച്ചൊരു സ്പെഷ്യൽ നാടൻ വാഴലയിൽ ഉണ്ടാക്കിയ പൊതിച്ചോറ്. ഫെസ്റ്റിവൽ എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ക്രൗഡ്. അടിപൊളി വേണ്ടിയുള്ള പ്രയത്നമാണ്. 28 കിലോ അരിയാണ് ഞങ്ങൾ 200 പാക്കറ്റ് മേളിൽ ഞങ്ങൾ വിറ്റു. ഫേസ് പെയിന്റ് ഒക്കെ ചെയ്തോ? ഫേസ് പെയിന്റ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അടിപൊളിയാണോ? അടിപൊളി. This is actually we are two sisters who do this. This is called Mystique Charm. Okay. And all of this is handmade. Handmade? Yes. So we do this as a hobby. And for the church, we come here and we display the stuff. So it's so beautiful. Thank you. അടിപൊളി. എന്തൊക്കെ ഫുഡായിരുന്നു നിങ്ങൾ കൊടുത്തത്? ഓക്കെ, വളരെ നല്ലതായിട്ട് പോകുന്നു ഫുഡ് സെയില്. ഓക്കെ, ഒരു കുഴപ്പമില്ല. വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. അടിപൊളിയായിരുന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അടിപൊളിയാണ്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സെയിൽസ് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. നല്ല ഫുഡ് സെയില്. കുറെ പേര് വരുന്നു, കുറെ പേര് വാങ്ങിക്കുന്നു. ഈ വർഷവും ദുബായ് മാർത്തോമ ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഷാർജ എയർ ഏരിയ പ്രയർ ഗ്രൂപ്പിന് പങ്കെടുക്കാൻ സാധിച്ച ദൈവമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനി കുറച്ച് ബിരിയാണിയുടെ ബാക്കിയുണ്ട്. വളരെയധികം ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് അടുത്ത വർഷവും ഞങ്ങൾ ഇതിൽ കൂടുതൽ ബിരിയാണി ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഷാർജ പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ റോള അജ്മാൻ, അൽക്കാൻ ഷാർജ, കിങ് ഫൈസൽ, ഈ 3 പ്രയർ ഗ്രൂപ്പാണ്. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. രണ്ട് വാക്ക് ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാമോ? ദുബായ് ബിയുടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ കപ്പ ബിരിയാണിയാണ്. വളരെ എന്താ പറ നല്ല രീതിയിൽ വിറ്റഴിച്ചോ? പിന്നെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഇത് വിറ്റ് തീർന്നു. ഞങ്ങൾ ഒരിക്കലും വളരെ തുച്ഛമായിട്ടുള്ളതായിരുന്നു. 15 രൂപ ഒരു ജ്യൂസും നമ്മുടെ ഭാഗം. ഹോം മെയ്ഡ് കപ്പ ബിരിയാണി ഞങ്ങൾ ഉദ്ദേശിച്ചതിനോട് കൂടുതൽ നല്ല രീതിയിൽ സെയിൽ ഉണ്ടായി. സെക്രട്ടറിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വളരെ ഊർജ്ജസ്വലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് തന്നെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഓൾമോസ്റ്റ് എല്ലാ കൗണ്ടേഴ്സിലെയും ഫുഡ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ സെയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പം
സേവിയാ സംഘത്തിൻ്റെ കൗണ്ടറിൽ ഉച്ച കഴിഞ്ഞ് ഏത്തക്കാപ്പം അതുപോലെ പായസം തുടങ്ങിയ ഐറ്റംസ് ഉണ്ട്. കുറേ കലാമേളകളുണ്ട്. അതെല്ലാം ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും ഇങ്ങനെ പല ആരോഗ്യങ്ങളൊക്കെ കേൾക്കുന്നില്ലേ, ഓരോരുത്തരുടെ ഫുഡ് തീരുന്നതിൻ്റെതായുള്ള സന്തോഷ പ്രകടനങ്ങളാണ്. എല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ വർഷത്തെ ഹാർവസ്റ്റ് വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഗാർഡൻ സ്പെഷ്യൽ ഗ്രൂപ്പായിട്ട് വെറൈറ്റി ഫുഡുകളാണ് ഒരുക്കിയത്. ഞങ്ങൾ മെയിനായിട്ട് പിടി കോഴിക്കറി, പിന്നെ അതുപോലെ ഇലയട, പിന്നെ കുഴക്കട്ട, പിന്നെ അച്ചപ്പം, പിന്നെ വിവിധതരം നോൺ വെജ് പിക്കിള്, അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസുകളാണ്. വളരെ നന്നായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നല്ലതായിട്ട് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റും. എല്ലാ സാധനവും ഏകദേശം എല്ലാം തീർന്നു, എല്ലാ ഐറ്റംസും തീർന്നു. സേവിയാ സംഘത്തിന്റെ ചങ്കെടുപ്പുമായ ആന്റിയോട് നമുക്ക് ചോദിച്ചറിയാം, ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എങ്ങനെയുണ്ടായിരുന്നു? ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ അടിപൊളി ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. എല്ലാ വർഷത്തെക്കാട്ടും കൂടുതൽ ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ 1 മണിയാകുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ബാക്കിലോട്ട് പോകണം. എണ്ണ ഏത്തക്കാല റെഡി ആയിട്ടിരിക്കുന്നു. 65 കിലോ ഏത്തക്ക ഏത്തക്കാപ്പത്തിന്റെ മെയിൻ ആൾ ആന്റിയാണോ? മെയിനാണെന്ന് പറയാനൊക്കെ ഇല്ല, എന്നാലും ഒരു വലിയ പ്രായമുള്ള ആളല്ലേ, അപ്പോൾ എൻ്റെ കയ്യും അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഡാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ദൈവകൃപയാൽ ഡാൻസും ഉണ്ട്. അവരെന്നെ വിടുന്നില്ല പ്രായമാണെങ്കിൽ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഞങ്ങളുടെ കൗണ്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വ്യത്യസ്തതരമായിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. 100% നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള മെറ്റീരിയലാണ്. ഇനി ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഏത്തക്കാപ്പം ചൂടോടെ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അതാണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സേവിയാ സംഘത്തിന്റെ വലിയൊരു പിന്തുണ എന്ന് പറയുന്നത്. ചേന പായസം, അട പായസം, അരി പായസം. 3 മണി കഴിഞ്ഞിട്ട് വെറൈറ്റിയാണ് വെട്ട് കേക്ക്. എല്ലാ വീട്ടിലുണ്ടാക്കി. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ മർത്തോമായിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും ഈ പരിസരത്തുള്ള പള്ളികളിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും ഒരു പ്രത്യേക ഹരമാണ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കൗണ്ടേഴ്സിലെ ഫുഡെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു നൊസ്റ്റാൾജിയാണ്, ഇത് നമ്മുടെ ഒരു വികാരമാണ്, ഒരു പൈതൃകമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിച്ചു പോകും. എല്ലാവരും ഇനിയും വരാനുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ഒരുപാട് ആൾക്കാർ വരാൻ. തീർച്ചയായിട്ടും ലേലം എപ്പോഴും ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ കറങ്ങി വരുമായിരുന്നു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ഊണ് യുവജന സഖ്യത്തിൻ്റെ ഉണ്ട്. പിന്നെ കപ്പ, എല്ലുകറിയൊക്കെ അവർ പറഞ്ഞ ആൾക്കാരെ കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കപ്പ, മീൻ കറി. അപ്പോൾ ഇതൊക്കെ വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന അത്തരത്തിലുള്ള വിഭവങ്ങൾ ആൾക്കാർക്ക് ഇപ്പോൾ അല്ലാതെ തന്നെ ഫുഡെല്ലാം കൗണ്ടേഴ്സിൽ അവൈലബിൾ ആണ്. This is Golgappa and this is Bel Puri. They are all the chaat items. And what else? This puri that we okay, this ഞങ്ങളാണ് ഉണ്ടാക്കിയത് with onions and tomatoes and everything. So how is Harvest Festival? It's amazing. Everybody is enjoying it. Please. Making the fried rice here. We have the live counter. It's a live counter here. We do have chicken fried rice. We're selling it for 15 dirhams. So everyone can have the fresh, the live, the fresh one here. Everyone is working hard. Sorry? Everyone is working hard. Yeah, of course. We all brought the ingredients, mixing it up together, joined together. It's a great effort together. We are doing milkshake and we have 4 flavors: Oreo, chocolate, strawberry and Nutella. So our trending or our selling part is the boba balls, the tapioca balls. So that's going very well. So that's our milkshake counter. Thank you so much. 2025 വർഷത്തെ കൊയ്ത്തുത്സവത്തിന് സമാപനമായി. വലിയ ആഘോഷമായി മാറിയ ഈ കൊയ്ത്തുത്സവം മറക്കാനാവാത്തൊരനുഭവമായി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്നതിൽ സംശയമില്ല. അടുത്ത വർഷത്തെ കൊയ്ത്തുത്സവത്തിനായി നാം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. എന്നോടൊപ്പം ഹാർവസ്റ്റ് ന്യൂസ് മീഡിയ ടീമിൽ പ്രവർത്തിച്ച ശ്രീ അജിത് തുമ്മമൺ, ശ്രീമതി നിമ്മി ആൻസൻ, ശ്രീമതി ലിജിൻ ബെൻസൻ, ശ്രീ റോജിത്, ശ്രീ ഏബൽ എന്നിവരോട് നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. സൈനിങ് ഓഫ് ഫ്രം ഹാർവസ്റ്റ് ന്യൂസ്, രഞ്ജു ടെനി. Oh.